1919 ഏപ്രിൽ 13 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അഥവാ അമൃത്സർ കൂട്ടക്കൊല കഴിഞ്ഞ് 95 വർഷം പിന്നിട്ടിരിക്കുന്നു. അത്രയും കാലം പിന്നിടുമ്പോൾ ഒരു രാഷ്ട്രത്തിന് എക്കാലവും പ്രചോദനം നൽകുന്നൊരു പ്രതീകമായി ആ ദുരന്തം മാറി. ബൈശാഖി കൊണ്ടാടാൻ എത്തിയവരും റൗലറ്റ് ആക്ടിനെതിരെ പ്രതികരിക്കാൻ സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയവരുമായി ചെറിയ ഉദ്യാനത്തിൽ ഏതാണ്ട് 20,000-ഓളം പേർ ഉണ്ടായിരുന്നു. വൈകുന്നേരം 5:15 മുതൽ 5:25 വരെയുള്ള 10 മിനിറ്റിൽ തോക്കിലെ തിരയൊടുങ്ങുന്നതുവരെ ബ്രിട്ടന്റെ ഇന്ത്യൻ പോലീസ് ആ ജനക്കൂട്ടത്തെ തലങ്ങും വിലങ്ങും വെടിവെച്ചു. കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ജനറൽ ഡയറിന്റെ തന്നെ റിപ്പോർട്ടനുസരിച്ച് തന്റെ നേതൃത്വത്തിലുള്ള 50ഓളം ബ്രിട്ടീഷ് പോലീസ് ഒരു ദൗത്യ നിർവഹണത്തിന്റെ ആവേശത്തിലായിരുന്നു. റൗണ്ട് വെടിവെച്ചു. ഉദ്യാനത്തിന്റെ പുറംവാതിൽ ബന്ധിച്ച് വെടിയുതിർക്കുമ്പോൾ പ്രാണരക്ഷയ്ക്കായി ജനം നിലവിളിച്ച് പാഞ്ഞു. ചിലർ ആ ഉദ്യാനത്തിനുള്ളിലെ കിണറിലേക്ക് എടുത്തുചാടി. ഒടുവിൽ കിണറ്റിനുള്ളിൽ മാത്രം 120 മൃതശരീരങ്ങൾ കണ്ടെടുത്തു. ആകെ 1500ഓളം പേർ കൊല്ലപ്പെട്ടുവെന്ന് ഒടുവിൽ സ്ഥിരീകരിച്ചു. That's a place where this well, which you all will be aware of it, where people went in, jump in, and you could take out. The well was filled with the dead bodies. That well is still there. And people were just running around. All of them got killed. 1,400 people. Just imagine. And that time, Udham Singh was observing everything somewhere, I don't know where, the tree. And the history says he came late and he couldn't get inside this. By the time the Britishers have locked up the complete gate and he couldn't get inside. So he climbed up some trees and he was watching everything and he noted Dyer. He is the man who was brutally killing the Indians and he chased him. That is the spirit we all Indians should have when we have to die for the country. നിരായുധരായ ആയിരങ്ങൾ വെടിയേറ്റ് വീഴുമ്പോൾ ഇന്ത്യൻ മനസ്സിൽ സ്വാതന്ത്ര്യ സമരാവേശത്തിന്റെ തീക്കനൽ പാറി വീഴുകയായിരുന്നു. അരുൺകൊല അരങ്ങേറുമ്പോൾ വെറും 20കാരനായിരുന്ന ഉധം സിംഗിനെ രാജ്യം കണ്ട ഏറ്റവും വലിയ പോരാളിയാക്കിയത് ഈ ചെറിയ സമരഭൂമിയാണ്. അവിടം മുതൽ ജാലിയൻ വാലാബാഗ് ഓർത്താൽ ഒരു ഇന്ത്യക്കാരന് ഉധം സിംഗിനെ ഓർക്കാതെ വയ്യുന്നായി. Always remember these kind of patriots. They are the people who gave their life and who took vengeance. And today if we are enjoying the freedom, it's all because of that kind of leaders and the heroes. They are the heroes. ഉധം സിംഗും ജാലിയൻ വാലാബാഗും ആ യാത്രാ സംഘത്തിന്റെ മനസ്സിൽ ഒരിക്കലും മായാത്തൊരു മുദ്രയായി മാറി.